നമസ്തേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ബ്രഹ്മവാദിയായി ചയറുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്ക എന്നതു ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്ക എന്നതു ബ്രഹ്മാവിനും എളുതല്ല നിർണയം. അതായത് ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈച്ച, ഉറുമ്പ് എന്നുവേണ്ട സകല ജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിലേക്ക് സൃഷ്ടിക്കപ്പെടുമ്പോൾ അവരുടെ കർമ്മങ്ങൾ കൊണ്ട് ബന്ധിതരാവുകയാണ്. അത് ബ്രഹ്മാവ് മുതൽ ഇങ്ങ് ഉറുമ്പ് വരെ, എള്ളോളം ചെറിയ ഉറുമ്പ് വരെ അവരുടെ കർമ്മത്താൽ ബന്ധിതരാണെന്നാണ് പറയുന്നത്. കർമ്മം ചെയ്യുന്നു, അതുപോലെ കർമ്മഫലങ്ങളും നമുക്ക് വന്നു ചേരുകയാണ്. അതിനി പുനർജന്മം എടുക്കുമ്പോൾ ഈ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നു എന്ന് പറയുന്നല്ലോ. അതുപോലെ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഇനി വരുന്ന ജന്മങ്ങളിലുമൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇത് അതായത് എത്ര നാൾ ഇങ്ങനെ ജനന മരണങ്ങൾ ഉണ്ടാകുന്നുവോ അത്രയും നാൾ ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ടേ പോകുമെന്നാണ് പറയുന്നത്. ഈ ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്നത് ഈ ഭുവനത്തിൻ്റെ പ്രളയാന്ത്യത്തോളം വരുമെന്നാണ് പറയുന്നത്. അതായത് ഭുവനങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ കർമ്മപാശത്തെ ലംഘിക്കുക എന്നത് ബ്രഹ്മാവിനും എളുതല്ല നിർണയം. ഇത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. അത്രയും കാലം ഈ കർമ്മപാശവും ലംഘിക്കാൻ സാധിക്കുകയില്ല. കർമ്മമാകുന്ന ബന്ധനത്തെ ലംഘിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് ബ്രഹ്മാവിന് പോലും എളുപ്പമല്ലെന്നാണ് പറയുന്നത്. നിർണയം എന്ന് പറയുന്നാൽ നിശ്ചയമായും ബ്രഹ്മാവിന് പോലും അതിനെ എളുപ്പത്തിൽ ആ ബന്ധനത്തെ ലംഘിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ആ കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഭുവനത്തിൽ എത്ര നാൾ സൃഷ്ടി നടക്കുന്നുവോ അത്രയും നാൾ നമ്മൾ ഈ കർമ്മമാകുന്ന പാശത്താൽ ബന്ധിതരാവുകയാണ് എന്നാണ് പറയുന്നത്.